അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എന്താ പറയുക, കാനഡയിൽ റജീനയിൽ നടക്കുന്ന കുറച്ച് വീഡിയോസ് നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. 5:45 AM നമ്മളങ്ങനെ റണ്ണിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ടുഡേ ഈസ് എ സൺഡേ. സോ നമ്മളൊരു ഗ്യാങ് ആയിട്ടൊന്ന് ഫുൾ റൺ ചെയ്യാൻ പോവുക. അതിൻ്റെ വർക്കൗട്ട് സെക്ഷൻസാണ് ഇത് അവിടെ നടക്കുന്നത്. അഷ്കറെ ഓടാം, വാമപ്പ് സെക്ഷൻ. ഗൈസ് അങ്ങനെ റണ്ണിങ് തുടങ്ങിക്കഴിഞ്ഞു. ഈ പാർക്കിന് ചുറ്റും വേണം ഓടാനുള്ളത്. ഏകദേശം 1.81 കിലോമീറ്റർ ഇതുവരെ സ്റ്റിൽ ജോഗ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ പകുതിയായിട്ടുള്ളൂ. ഇനി പകുതി വേ പോകാനുണ്ട്. അവിടെയാണ് പോകാനുള്ളത്, പാർലമെൻറ്റിൻ്റെ അവിടെ. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനൽ സ്പോട്ടിലെത്തി കഴിഞ്ഞു. എല്ലാവരും ഇവിടെ ഓടി എത്തിയിരിക്കുന്നു. ഞാനാണ് മൂന്നാമതെത്തിയത്. നാലാമതൊരു പയ്യൻ വരുന്നുണ്ട്. നമ്മുടെ അപ്പൂസ് രണ്ടാമത് 4 കിലോമീറ്റർ ഓടി ഗൈസ്. അഷ്കർ എൻ്റെ കൂടെ ആയിരുന്നു. നമ്മളങ്ങനെ ഫൈനലി 4.7 കിലോമീറ്റേഴ്സ്. നെക്സ്റ്റ് ഡേ ഇതിൽ നിന്നും കൂടുതൽ നമ്മൾ ഓടുന്നതായിരിക്കും. ഗൈസ് അങ്ങനെ നമ്മളിനി ഇമ്പോർട്ടൻസിൽ ചായ മേടിക്കാൻ വന്നിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് പിടിക്കാത്തൊരു മോന പണ്ടേ ഞാനൊരു വാഴ, തലവരയില്ലാത്തോന പണ്ടേ ഞാനൊരു വാഴ, ഗുണം പിടിക്കാത്തൊരു മോന പണ്ടേ ഞാനൊരു വാഴ. ഗൈസ് അങ്ങനെ നമ്മള് വീടെത്താറായി. ഇനി വീട്ടിൽ പോയി ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് പണിക്ക് പോകണം. ഉച്ച കഴിഞ്ഞ് ബൗളിങ്ങിന് പോകുന്നുണ്ട്. ബാക്കി വീഡിയോ. അങ്ങനെ നമ്മള് സ്വിമ്മിങ്ങിന് വന്നിട്ടുണ്ട്. അടുത്ത ലോസൺ അക്വാട്ടിക് സെന്റർ എന്നാണ് പറയുന്നത്. ഇവിടെ പെർ ഹെഡ് $7. അപ്പോൾ നമ്മൾ സ്വിമ്മിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുക. ഇവിടെ അങ്ങനെ ഏകദേശം നമ്മൾ 201 കലോറി 9 ലാപ്പ് നമ്മളിവിടെ കഴിഞ്ഞു. അല്ലേ അഷ്കറെ? യെസ് ഗൈസ്. അങ്ങനെ ഇനി അടുത്ത ടു മെനി ആക്ടിവിറ്റീസ് ടുഡേ ഗൈസ്. അങ്ങനെ പൂള് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇത് ഹോട്ട് ടബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ചൂട് വെള്ളമാണ് മൊത്തത്തിൽ ഹോട്ട് ടബ്. പൂളിങ് കഴിഞ്ഞ ശേഷം ഇതിലൂടെ ഒരു 10 മിനിറ്റ് കിടന്നതിന് ശേഷം ഫ്രഷപ്പ് ആവുകയാണ്. ബൗളിങ്ങിന് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ബൗളിങ്ങിന് പോയിട്ട് കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് ഇനി ഒരു 10 മിനിറ്റേ ഉള്ളൂ ബൗളിങ് ക്ലബിലത്തേക്ക് പോകാൻ. ഗ്ലെൻകെരൻ ബൗളിംഗ്. ഇവിടെ 10 പിൻസാണുള്ളത്. സാധാരണ 5 പിന്നാണുള്ളത്, 5 കുറ്റി. ഇവിടെ 10 പിൻസുണ്ട്. അപ്പോൾ 10 പിൻസാകുമ്പോൾ കളിക്കാനൊരു രസമാവും. ഇത് ഈസ്റ്റ് എൻഡിലാണ് വരുന്നത് റജീനയിൽ. ഇനി സൗത്തിലൊരെണ്ണമുണ്ട് ബൗളിങ്. പക്ഷെ അവിടെ 5 പിൻസാണ് വരുന്നത്. ഇവിടെ 10ആണ്. പയ്യൻ ശരിയാക്കി എന്ന് സ്വയമായിട്ട് വിചാരിച്ചുകൊണ്ട് പാട്ടോണാക്കാൻ പറയുകയാണ്. പയ്യൻ പരാജയപ്പെട്ടിരിക്കുന്നു. ബൗളിംഗ് ലൈൻ പേരുണ്ട്: അഷ്കർ, അപ്പൂസ്, ഷിഫാസ്, അഫ്ലഹ്, അലി. ഇതിൽ ഓരോരുത്തർക്ക് അറിയാനുള്ള അവസരമുണ്ട്. ഷിഫാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് റൗണ്ട് 2 അഷ്കർ വെറും 0-ൽ ഇറങ്ങിയിട്ടുണ്ട്. അതെ 0 സൈഡിൽ കൂടെ പോയി. അടുത്ത ഷിഫാസ് ഇറങ്ങിയിട്ടുണ്ട്. അതും സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. ഒന്നും വീഴാതെ പോയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഏതോ ടിപ്പ് ഉണ്ടെന്നും പറഞ്ഞ് ഷിഫാസ് പഠിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും വീഴ്ത്താതെ ഇൻസ്റ്റാഗ്രാം കൊണ്ട് പഠിച്ചതാണ്. നമ്മുടെ അപ്പൂസ് നഫ്സലിന് വേണ്ടി TV-യിൽ അടിപൊളി ടോപ്പ് സ്കോറാണ് കിട്ടിയിരിക്കുന്നത് കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് പയ്യൻ. അപ്പോൾ പോക്കുണ്ടല്ലേ, മോഹൻലാലിന്റെ ബീജിയും കൂടി ഇട്ട് കൊടുത്താണ്. പയ്യൻ യൂട്യൂബ് നോക്കി ടെക്നിക്കൊക്കെ പഠിച്ചിട്ട് സൈഡിൽ കൂടെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഷോട്ട് നഫ്സൽ? അതാണ് അവന്റെ ബനാന ഷോട്ട്. പഴം ഷോട്ട്. അടുത്ത ഷോട്ട് ബനാന. ഗൈസ് അങ്ങനെ ഏകദേശം കുറച്ച് പോയിന്റ്. ഈ കളിയിൽ ആരാണ് ഇപ്പം വിജയിച്ചിരിക്കുന്നത്?
നഫ്സൽ നവാസ്. ആ ലൈനിൽ നിന്ന് മാറി ഇവിടെ തന്നോടെ ബൗള്. അപ്പോൾ അപ്പോൾ അതേ ബൗള് തന്നെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. കാരണം അത് വെച്ചാൽ അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗൈസ് ഗെയിം കഴിഞ്ഞു. ഇതാണ് ഫൈനൽ റിസൾട്ട്. 4 ഗെയിം കഴിഞ്ഞു. അങ്ങനെ അവിടുത്തെ ഗെയിമെല്ലാം കഴിഞ്ഞു. ഇനി വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പം ഇനി ഇത് ഈ കാണുന്നതിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.